ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്ന മക്കളെ നമ്മുടെ മാത്തമാറ്റിക്സ് അഥവാ മക്കളെ നമ്മുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ്. മക്കളെ എല്ലാവരും റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാല്ലേ? ഓക്കെ മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ ഇതേപോലെയുള്ള ഒരു സെക്ഷൻ മക്കൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നിടത്ത് മക്കൾ നിങ്ങളുടെ പേരുകൾ എഴുതണം. അതുപോലെ തന്നെ നെയിം ഓഫ് സ്കൂൾ എന്നിടത്ത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നിടത്ത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ് ഡിവിഷനും എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ആ ഒരു സെക്ഷൻ ഇത്തരത്തിൽ മലയാളത്തിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോവാലേ. ആക്ടിവിറ്റി 1 ഷേപ്സ് ആൻഡ് ഷേപ്സ്. എന്താണ് മക്കളെ പ്രവർത്തനം 1? രൂപങ്ങൾ എന്നതാണ് അല്ലെ. ഓക്കെ മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം അല്ലെ. റയാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് made decorations for the Independence Day celebration. Look at the picture made by joining the remaining decorations. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ റയാനും അതുപോലെ തന്നെ കൂട്ടുകാരും കൂടി ചേർന്നിട്ട് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? കുറെ തോരണങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിൽ ബാക്കി വന്ന തോരണങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? അവരിതാ താഴെ കാണുന്ന ഇതേപോലുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. എന്ന് നോക്കിക്കേ, ഗിവ് ദി സെയിം കളർ ടു ദി സിമിലർ ഷേപ്പ്. എന്താ മക്കളടുത്ത് പറഞ്ഞത്? ഒരുപോലെയുള്ള രൂപത്തിന് ഒരേ നിറം നൽകുക. അതുപോലെ തന്നെ count and write the number of each shapes. ഓരോ ഷേപ്സും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നത് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ മക്കളെ? ഒന്നുമില്ല മക്കളെ, താഴെ തന്നിട്ടുള്ള ഈ ഒരു ചിത്രം നോക്കുക. അതിൽ ഒരേ ഷേപ്സ് വരുന്നവയ്ക്ക് ഒരേ കളർ കൊടുക്കുക. അതോടൊപ്പം തന്നെ പിന്നെ എന്ത് ചെയ്യുക? ഓരോ ഷേപ്സിന്റെയും എണ്ണം എത്ര വീതമുണ്ട് എന്നുള്ളത് മക്കളോടത്ത് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കളർ ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ ഷേപ്സ് ഉണ്ട് മക്കളെ? സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട് അല്ലെ, വൃത്തം, ത്രികോണം, ചതുരം. ഈ 3 രൂപങ്ങളല്ലേ ഉള്ളത്. ഇവയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? 3നും വേറെ വേറെ നിറങ്ങൾ നൽകാം അല്ലെ. മക്കളെ, മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക? വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മിസ് ആദ്യം തന്നെ നമുക്ക് റെഡ് കളർ തന്നെ കൊടുക്കാം കേട്ടോ. മിസ് സർക്കിളിനാണ് കളർ ചെയ്യുന്നത്. ചിത്രത്തിലുള്ള സർക്കിൾസിന് മിസ് എന്ത് കളർ കൊടുക്കുകയാണ്? റെഡ് കളർ കൊടുക്കുകയാണ് കേട്ടോ. മക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കളർ കൊടുക്കുക. ഇനി ചിലപ്പം ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയുന്നുണ്ടായിരിക്കും ഇന്ന രൂപത്തിന് ഇന്ന നിറം നൽകണം, അതായത് സർക്കിളിന് ഇപ്പം റെഡ് കൊടുക്കണം അല്ലെങ്കിൽ യെല്ലോ കൊടുക്കണം എന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറം നൽകാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മളിപ്പം ഏത് ഷേപ്സിനാണ് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കിൾ ഷേപ്പിനാണ് അല്ലേ, അതായത് വൃത്താകൃതിക്കാണ് നമ്മൾ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കൃത്യമായിട്ട് നോക്കുക കേട്ടോ, ഏതെങ്കിലും ഷേപ്സ് മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സർക്കിളിനെല്ലാം നമ്മൾ റെഡ് കളർ കൊടുത്തു. ഇനി നമുക്ക് മക്കളെ ട്രയാങ്കിളിന് കൊടുക്കാം അല്ലെ. ഓക്കെ, ട്രയാങ്കിളിന് മിസ് ബ്ലൂ കളർ സെലക്ട് ചെയ്തു കേട്ടോ. ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ട് മിസ് എന്ത് ചെയ്യാണ്? അവിടെയുള്ള ട്രയാങ്കിൾസിനൊക്കെ കൊടുക്കാണ് കേട്ടോ. നമുക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ട് ഏത് ഷേപ്പിനാ മക്കളെ? ട്രയാങ്കിൾ ഷേപ്പിനാണ്. ത്രികോണാകൃതിക്ക് ഏത് കളർ കൊടുക്കാം? നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം കേട്ടോ. ഇവിടെ ഒന്നുണ്ട്, അതിന് നമ്മൾ കൊടുത്തു. ദെൻ ഇവിടെ ഒന്നുണ്ട്, അതിനും നമ്മൾ കൊടുത്തു. ഓക്കെ, പിന്നെ ഇവിടെയുള്ളത് മക്കളെ ഈ ഒരു സെക്ഷനിൽ കൂടി ഉണ്ടല്ലോ, അതിനും നമ്മൾ കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഏത് ഷേപ്പാണുള്ളത്? റെക്ടാങ്കിൾ ഷേപ്പ് ആണല്ലേ ഉള്ളത്, ചതുരാകൃതിയാണുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് യെല്ലോ കളർ അല്ലെ, യെല്ലോ കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പ് വരുന്നിടത്തൊക്കെ ഏത് കളർ കൊടുക്കാം? ഈ ഒരു കളർ കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു റെക്ടാങ്കിൾ വരുന്നുണ്ട്, ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ അതിന്റെ പുറത്ത് അല്ലെ, ഇവിടെയും എന്ത് വരുന്നുണ്ട്? ഒരു റെക്ടാങ്കിൾ തന്നെയാണ് വരുന്നത് അല്ലെ. മിസ് ഈ ഒരു കളർ മൊത്തത്തിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കാത്തത് കേട്ടോ.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ഒന്ന് വരച്ച് വെക്കാം കേട്ടോ. ആ ഒരു ഡോറിന്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് മിസ് വരച്ച് വെക്കാം. നിങ്ങൾക്ക് പിന്നീട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് പ്രയാസം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡോറിന്റെ പോർഷൻ മിസ് ഒരിക്കൽ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം റെക്ടാങ്കിളിലുള്ള സ്പേസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ കൊടുക്കാം. ഇവിടെയുണ്ട്. മക്കള് കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പില് നമുക്ക് കളർ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെയും ചതുരാകൃതി ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ അടുത്തതിലും എന്തുണ്ട് മക്കളെ, ചതുരാകൃതി ഉണ്ട്, അവിടെയും കൊടുത്തു. ദെൻ താഴെ ആ ബേസിലും എന്താണുള്ളത്, ചതുരാകൃതിയാണുള്ളത്. അവിടെ നമ്മൾ ഏത് കളർ കൊടുത്തു, യെല്ലോ കളർ കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ഷേപ്സിനും കളർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ, ഓരോ ഷേപ്സും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതാനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാല്ലേ. ആദ്യം തന്നെ നമുക്ക് ഏതെടുക്കാം, സർക്കിള്, പിന്നെ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഇതേ രീതിയിൽ കണ്ടെടുത്താം കേട്ടോ. സർക്കിൾ എത്രയുള്ളത് നോക്കിക്കേ മക്കളെ, 1 2 3 4 5 6 7 8 9 10 11 12 13. എത്രയാണുള്ളത്, 13 ആണുള്ളത്, 13 ആണുള്ളത്. ഇനി ത്രികോണം നോക്കിക്കേ മക്കൾ, എത്രയാണ്, 1 2 3, ഓൺലി 3 ആണ് അല്ലേ. ആകെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി സർക്കിൾസ് എത്രയുണ്ട്, സർക്കിൾ അല്ല മക്കളെ, റെക്ടാങ്കിൾ എത്രയുണ്ട് നോക്കിക്കേ. ഇത് 1 2 3 4 5 6 7. എത്രയാണുള്ളത് മക്കളെ, അവിടെ റെക്ടാങ്കിൾസ് 7 ആണുള്ളത് അല്ലെ. ക്ലിയർ അല്ല മക്കളെ. ഇനി മിസ് ഡ്രോ ചെയ്തതിൽ ഏതെങ്കിലും റെക്ടാങ്കിൾസ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാട്ടോ. നമ്മൾ അതിന്റെ മുകളിലൂടെ കളർ കൊടുത്തുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ ചെറിയൊരു പ്രയാസം ഉണ്ട്. ഇവിടെ 1 വരും, ഇത് 2 3 4 5 6 7 അല്ലേ. ഓക്കെ, അപ്പം എത്ര റെക്ടാങ്കിൾസ് ആണുള്ളത്, 7 റെക്ടാങ്കിൾസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ. റെക്ടാങ്കിൾസ് 7ഉം ട്രയാങ്കിൾ 3ഉം അതുപോലെ തന്നെ സർക്കിൾ 13 ആണുള്ളത് അല്ലെ. 7 3 13. ക്ലിയർ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ പിക്ചർ ദാറ്റ് ഇൻക്ലൂഡഡ് ഓൾ ദീസ് 3 ഷേപ്സ്. ഈ 3 രൂപങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ മുതൽ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. ഈ 3 ഷേപ്സുകൾ, സർക്കിളും ട്രയാങ്കിളും റെക്ടാങ്കിളും യൂസ് ചെയ്തുകൊണ്ട് മക്കളെടുത്ത് എന്ത് വരയ്ക്കാനാണ്, മറ്റൊരു ചിത്രം വരയ്ക്കാൻ. മിസ് ഇപ്പം ചെറിയൊരു വെഹിക്കിൾ പോലെയുള്ളൊരു ഇമേജ് ആണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് കാണാം 1 2 ലെ 2 സർക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 സ്ഥലത്തും എന്തുണ്ട് മക്കളെ, റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ഓക്കെ അല്ലേ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതുപോലെ മക്കൾക്ക് ഷേപ്സ് യൂസ് ചെയ്ത് ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ വാഹനങ്ങളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ചിത്രങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് വരയ്ക്കാവുന്നതാണ്. ക്ലിയർ അല്ല മക്കളെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്ടിവിറ്റി 2 ചെസ് നമ്പേഴ്സ്. പ്രവർത്തനം 2 ചെസ് നമ്പേഴ്സ്. നോക്കിക്കേ. ആസ് പാർട്ട് ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് വേരിയസ് കോമ്പറ്റീഷൻസ് were organized in the school. The chess numbers of the second grade students who participated in the competitions are given below. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത 2ാം ക്ലാസ്സുകാരുടെ ചെസ് നമ്പറുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. നോക്കിക്കേ മക്കൾ, ഏതൊക്കെയാണ്? 22 46 32 41 12 50 അല്ലെ. 22 46 32 41 12 50. ഇത്രയും ചെസ് നമ്പറുകളാണ് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. Write the given numbers from smallest to largest. എന്താ മക്കളെ ചോദ്യം? നൽകിയിരിക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതൂ. ഓക്കെ അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ മിസ് മുന്നേ ഒരുപാട് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നാൽ അതിൽ ചെറിയ നമ്പർ ഏതാണ് വലിയ നമ്പർ ഏതാണ് എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട്. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സ് ഒന്ന് എഴുതാം അല്ലെ. ഏതൊക്കെയാ മക്കളെ? 22 ഉണ്ട്, പിന്നെയോ 46 32 41 അതുപോലെ 12 then 50 അല്ലെ, 50. ഇത്രയും നമ്പേഴ്സ് അല്ലേ ഉള്ളത് മക്കളെ.
ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്താ കാണേണ്ടത്? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ഏറ്റവും ചെറിയ നമ്പർ കണ്ടെത്തേണ്ട മക്കളെ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആദ്യം നമുക്ക് അറിയാലോ, ഇപ്പൊ ഒരു നമ്പർ തരികയാണെങ്കിൽ 23 എന്നുള്ള നമ്പർ തരികയാണെങ്കിൽ ഈ നമ്പറിൽ എത്ര പ്ലേസ് വാല്യൂ ഉണ്ട് മക്കളെ? രണ്ടെണ്ണാണ് അല്ലെ. ഇത് വൺസിന്റെ പ്ലേസും ഇത് ടെൻസിന്റെ പ്ലേസും അല്ലെ. ഇത് ഒന്നുകളുടെ സ്ഥാനവും ഇത് പത്തുകളുടെ സ്ഥാനവും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂട്ടത്തിലെ ചെറിയ സംഖ്യ നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 10ന്റെ സ്ഥാനത്ത് ഉള്ള സംഖ്യകൾ നോക്കുക. ഇവിടെ 10ന്റെ സ്ഥാനത്ത് 2, ഇവിടെയോ ടെൻസിന്റെ പ്ലേസിൽ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 5 ആണ്. ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് നമ്പർ നോക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 10ന്റെ സ്ഥാനത്ത് ചെറിയ സംഖ്യ വരുന്നത് ഏതാണ് എന്നുള്ളത് നോക്കി. ഇവിടെ ഏതാ മക്കളെ ചെറിയ സംഖ്യ വരുന്നത്? ഇവിടെ 2 ആണ്, 4, 3, 4, 1, 5 ആണ് അല്ലെ. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? നമുക്ക് പറയാം 1 ആണ്. ഓക്കെ, അതുകൊണ്ട് കൂട്ടത്തിലുള്ള നമ്പേഴ്സിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 12 ആണ്. അപ്പൊ ഒരു സംഖ്യ കണ്ടെത്തിയിട്ട് അതിനെ എഴുതി കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞോട്ടെ, പിന്നെ സംശയം ഉണ്ടാകും. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത നമുക്ക് ഏത് പറയാം മക്കളെ? ഇനി ടെൻസിന്റെ പ്ലേസിൽ 10ന്റെ സ്ഥാനത്ത് ചെറിയ നമ്പർ ഏതാണ്? ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം അടുത്ത നമ്പർ ഏതാണ്? 22, 22. അപ്പൊ അതും കഴിഞ്ഞു അല്ലെ. ഇനിയുള്ളതില് അടുത്ത ചെറിയ നമ്പർ നമുക്ക് കണ്ടെത്തണം അല്ലെ. ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ ചെറുത് ഏതാണ്? 32 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 32 എന്നുള്ളത് ഏതാ? ക്ലിയർ അല്ല മക്കളെ? ദെൻ ഇനി ടെൻസിന്റെ പ്ലേസിൽ ഇവിടെ എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. ഇതിലും ഏതാണ് മക്കളെ വരുന്നത്? 4 ആണ് വരുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ടെൻസിന്റെ പ്ലേസ് വാല്യൂ മാത്രം നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേഗം 1ന്റെ സ്ഥാനത്തോട്ട് പോകണം അല്ലെ. 46ഉം 41 അല്ലേ മക്കളെ തന്നിട്ടുള്ളത്? ഫസ്റ്റ് 2 നമ്പറും 4 ആണ്, അപ്പൊ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ നമ്പർ നമ്മൾ നോക്കുക. ഇവിടെ 6 ആണ്, ഇവിടെ 1 ആണ്. അതിൽ ചെറിയ നമ്പർ ഏതാണ് മക്കളെ? 6 ആണോ 1 ആണോ? യെസ്, 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് പറയാം 41 ആണ് അടുത്ത സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, ദെൻ അടുത്തത് ഏത് തന്നെ വരും? 46 വരും. അറ്റ് ലാസ്റ്റ് ഏത് വരും? 50 വരും, 50 വരും. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം ഇങ്ങനെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നാൽ അതിൽ നിന്ന് ചെറിയ നമ്പർ ഏതൊക്കെയാണ്, വലിയ നമ്പർ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഇപ്പൊ നമ്മുടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് എഴുതുക. അതായത് 50 വരും, ദെൻ 46, 41, 32, 22, 12 ഈ രീതിയിൽ എഴുതുക. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Write the numbers of candies Mihal received as a prize 50 in different ways. അതായത് മക്കളെ മിഹാലിന് സമ്മാനമായി കിട്ടിയ മിഠായികളുടെ എണ്ണത്തെ, അതായത് 50 എണ്ണാണ് അവന് കിട്ടിയിട്ടുള്ള മിഠായികൾ, അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മിസ് മുന്നേയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലൊരു നമ്പർ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട് ചോദിക്കും. ഇവിടെ നമുക്ക് ഏതാ തന്നിട്ടുള്ളത്? 50 ആണല്ലേ. 50ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം മക്കളെ? എങ്ങനെയൊക്കെ എഴുതാം പറഞ്ഞ മക്കളെ? 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 എന്ന് എഴുതാം. എത്രയാണ്? 5 10കൾ ചേർന്നാൽ 50 ആണ്. എഴുതിക്കൂടെ മക്കളെ? എഴുതിക്കൂടെ? ഇനി നോക്കിക്കേ മക്കളെ, 40 പ്ലസ് 10, 40ലേക്ക് 10 കൂട്ടിയാൽ എത്രയാണ്? 50. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം 49ലേക്ക് 1 കൂട്ടിയാൽ എത്രയാണ്? 50 ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ മൈനസ് ചെയ്യുന്ന രീതി നമുക്ക് എഴുതാം അല്ലെ. 60ൽ നിന്ന്
10 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ? എത്രയാണ്? യെസ്, 50 ആണ് അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അപ്പൊ ഏത് രീതിയിൽ ഇനിയും നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം അല്ലെ? 100ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ എത്രയാണ്? 50 ആണ്. എഴുതിക്കൂടെ മക്കളെ? ഇനി വേണമെങ്കിൽ 25 പ്ലസ് 25 എത്രയാണ്? 50 ആണ്. 25 കൂട്ടണം, 25 എത്രയാണ്? 50 ആണ് അല്ലെ? ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ 30 പ്ലസ് 20 എത്രയാണ്? 50 ആണ്. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യും? എക്സാം കഴിഞ്ഞതിന് ശേഷം മെറ്റീരിയലിൽ കയറി ഈ ഒരു PDF ഫയൽ എടുക്കുക. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? 50 എന്ന് പറയുന്ന നമ്പറിനെ വ്യത്യസ്ത രീതിയിൽ, അതായത് മിസ് ഇവിടെ ഉൾപ്പെടുത്തിയതല്ലാതെ മക്കൾ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. ഓക്കെ, 50 കഴിഞ്ഞ് വേറെ ഏതെങ്കിലും നമ്പർ വേണമെങ്കിൽ മക്കൾ എഴുതി നോക്കിക്കോ. 16 എഴുതി നോക്കിക്കോ. ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് മക്കൾ ഇതേ രീതിയിൽ എഴുതുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിർബന്ധമായിട്ടും പഠിച്ചിരുന്നോ? നമുക്ക് എന്തായാലും സ്കോർ മേടിക്കാനായിട്ട് പറ്റൂ കേട്ടോ. then അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം മക്കളെ. ഹൂ ഈസ് നെക്സ്റ്റ്? അടുത്തത് ആര് മക്കളെ? അവിടെ ഒരു പാറ്റേൺ ആണ് മക്കളെ, ഒരു പിക്ചർ പാറ്റേൺ ആണ് നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത നോക്കിക്കേ മക്കളെ. ഇവിടെ A ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ആദ്യം ഒരു സർക്കിൾ വരച്ചു. സർക്കിളിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? റെക്റ്റാങ്കിൾ വരുന്നത്. തൊട്ട് താഴെയാണ് എന്ത്? ട്രയാങ്കിൾ വരുന്നത്. ദെൻ അടുത്ത പിക്ചറിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള റെക്റ്റാങ്കിൾ എവിടോട്ട് എത്തി? ഈ പൊസിഷനിലോട്ട് എത്തിയില്ലേ? ഇവിടെ നിന്നുള്ളത് റെക്റ്റാങ്കിൾ ഈ പൊസിഷനിലോട്ട് എത്തി. ഇവിടെ നിന്നുള്ള ട്രയാങ്കിൾ എന്ത് ചെയ്തു? അടുത്ത പൊസിഷനിലോട്ട് എത്തി. ഓക്കെ, ദെൻ അടുത്ത പിക്ചർ നോക്കിക്കേ. റെക്റ്റാങ്കിൾ, ഇവിടെയുള്ള റെക്റ്റാങ്കിൾ എവിടേക്കാണ് പോകുന്നത്? അടുത്ത ഈ ഒരു പൊസിഷനിലേക്കാണ് പോയതില്ല, ഇവിടെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമേജ് ആവുന്ന സമയത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ആ റെക്റ്റാങ്കിൾ ഇപ്പൊ ഇവിടെയല്ലേ മക്കളെ ഉള്ളത്? റെക്റ്റാങ്കിൾ തൊട്ടടുത്ത ഈ ഒരു പൊസിഷനിലോട്ട് പോകൂലേ? അപ്പൊ ഇവിടേക്ക് വരൂ? ഇവിടോട്ട് ഈ ഒരു സൈഡിലോട്ട് വരില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ട്രയാങ്കിളിന്റെ കാര്യം നോക്കിക്കേ. ഇവിടെയുള്ള ട്രയാങ്കിൾ അടുത്ത ചിത്രത്തിൽ ഇപ്പൊ ഇവിടോട്ടായി അല്ലേ? ഇവിടെയുള്ളത് എന്ത് ചെയ്തു? ഇവിടോട്ടായി. ഇനി ഇവിടെയുള്ളത് എന്തായിരിക്കും? നേരെ ഇങ്ങോട്ടായിരിക്കും മാറുണ്ടായിരിക്കും അല്ലെ? അപ്പൊ മക്കളെ എവിടെ എഴുതണം? ഇവിടെ വേണം എഴുതാനായിട്ട്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ, പിക്ചർ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത സെറ്റ് നോക്കിക്കേ മക്കളെ. ഒരു സർക്കിള്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ അല്ലേ? വട്ടം, ത്രികോണം, ചതുരം. ദെൻ എത്രയാണ് സർക്കിൾ വന്നിട്ടുള്ളത്? 2 സർക്കിളും ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും. ദെൻ 1 2 3 അല്ലേ? 3 സർക്കിളും ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും. ഇനി അടുത്തത് ഏത് വരും? ആദ്യം ഒരു സർക്കിൾ ആയിരുന്നു, പിന്നെ 2 എണ്ണായി, പിന്നെ 3 എണ്ണായി. അടുത്തത് 1 2 3 4 4 സർക്കിളും ഒരു ത്രികോണവും ഒരു ചതുരവും. സിമ്പിൾ അല്ലേ മക്കളെ? ഈസി ആയിട്ടുള്ള പാറ്റേൺ അല്ലേ? ഇതൊക്കെ കൂട്ടുകാർക്ക് ഈസി ആയിട്ട് അല്ലേ? കാര്യമായിട്ട് നമുക്കൊന്നും തന്നെ എഴുതാൻ തന്നെ ഇല്ല അല്ലെ? കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് പിക്ചർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. ദെൻ അടുത്ത് നോക്കിക്കേ മക്കളെ. ഒരു നമ്പർ പാറ്റേൺ ആണ് 10 20 30 അല്ലേ? 10 20 30. അവിടെ എത്ര വിധമാണ് മക്കളെ ആഡ് ആയിട്ട് വരുന്നത്? 10 വീതമാണല്ലേ? അപ്പൊ 10 20 30 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏത് വരും മക്കളെ? 40 അല്ലെ? അത് കഴിഞ്ഞിട്ട് ഏത് വരും? 50 വരും. ഓക്കെ, 10 20 30 40 50. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത് നോക്കിക്കേ. 37 38 39 അല്ലേ? 37 38 39. അടുത്തത് ഏത് വരും? 40. 40 കഴിഞ്ഞിട്ട് ഏത് വരും മക്കളെ? 41. സിമ്പിൾ അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. 2 അക്ക സംഖ്യയുടെ പാറ്റേണും അതുപോലെ തന്നെ ചിത്ര പാറ്റേണും ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലെ? കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് എ നമ്പർ പാറ്റേൺ. ഒരു സംഖ്യാ പാറ്റേൺ മക്കളെടുത്ത് സ്വയം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ മക്കളെ. മിസ് എഴുതാണ് 5 10 15 20 25 30 അല്ലേ? 5 വിധം ആഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് അതല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. 2 4 8 10 12
14, 16 അല്ലെ 2 വീതം ആഡ് ആയിട്ട് പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. കൂട്ടുകാരുടെ ചോയ്സിനനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ ഒരു പാറ്റേൺ ഇത്. ഒരു പാറ്റേൺ ഒക്കെ മക്കൾക്ക് ഇനി ഇതുപോലെ എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 1 2 പാറ്റേൺ അങ്ങ് കാണാതെ പഠിച്ചോ മക്കളെ. നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. എക്സാമിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.